Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സമ്മറി SCRT 10th ഇംഗ്ലീഷിലെ ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. വളരെ ലളിതമായതും എന്നാൽ നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട തീമുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ നേച്ചർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി അൺനോൺ. അതായത് നമ്മുടെ സ്വഭാവം, മനുഷ്യരുടെ സ്വഭാവം ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ, നമുക്കത്ര പരിചിതമല്ലാത്ത കാര്യത്തോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നമ്മൾ പരിഗണിക്കുന്നു അവയൊക്കെ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ സമ്മറി കംപ്ലീറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് ഫെയ്ത്ത്, വിശ്വാസം, സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം, ആൻഡ് ദ സെർച്ച് ഫോർ മീനിങ്, അതായത് ഒരു ഉത്തരത്തിനുള്ള അന്വേഷണം, ഒരു അർത്ഥത്തിനുള്ള ഒരു അന്വേഷണം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ തീം എന്ന് പറയുന്നത് ദി ഓർഡിനറി ആൻഡ് ദി എക്സ്ട്രോർഡിനറി, സാധാരണമായ കാര്യങ്ങളും അസാധാരണമായ കാര്യങ്ങളും ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അത് നമുക്കറിയാൻ പറ്റും സമ്മറി ഇങ്ങനെ കടന്നു പോകുമ്പോൾ. സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു തോട്ടാണ് ഈ ഒരു പാഠത്തിലൂടെ കടന്നു പോകുന്നത്. എന്താ മാജിക്കൽ? മാജിക്ക്, റിയൽ, ഈ രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എന്താണെന്നുള്ളത്. മാജിക്കൽ എന്ന് പറയുമ്പോൾ ഒരു നടക്കാത്ത അല്ലേ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളും, റിയൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട്, ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബ്ലെൻഡിങ് ഓഫ് ഫാൻറ്റാസ്റ്റിക്കൽ എലിമെൻറ്റ്സ് വിത്ത് എവറിഡേ ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് മാജിക്കൽ റിയലിസം. ഈ പോയിൻ്റ് എന്തായാലും ഈ സമ്മറിയിൽ നമുക്ക് വേണ്ടതാണ്. ഓക്കെ, രണ്ടാമത്തത് സോഷ്യൽ കമൻറ്ററിയാണ് ഒരു സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ചില ആശയങ്ങളും നമ്മളുടെ രീതികളും, മനുഷ്യന്മാർ പുതിയതൊന്ന് കാണുമ്പോൾ പഴയതിനെ മറക്കാനുള്ള നമ്മളൊരു ടെൻഡൻസി ഉണ്ടല്ലോ, ഇതിനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ, ഒരു ഫിലോസോഫിക്കൽ അണ്ടർടോൺ ഇതിന് ഉണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഹ്യൂമൻ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയാറില്ലേ ദ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന്. അതായത് എപ്പോഴും നമ്മളൊരു കാര്യത്തെ അങ്ങോട്ട് പരിചിതമായ പിന്നെ നമുക്ക് അതിനോടൊരു വെറുപ്പ് തോന്നുമെന്ന് പറയില്ലേ, പുതുമയോടായിരിക്കും നമുക്ക് എപ്പോഴും ഒരു താല്പര്യം. അത് ഈ പാഠത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ദ സെർച്ച് ഫോർ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ നെക്സ്റ്റ് വൺ, ദ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യരെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പറയാൻ പറ്റുക. സോ നമുക്ക് നേരെ സമ്മറിയിലേക്ക് പോവാം. ജോയിൻ ദ ലേണിംഗ് ജേർണി വിത്ത് ലോഞ്ച് 25. നമ്മുടെ പാഠം തുടങ്ങുമ്പോൾ പെലായോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകുവശത്ത് എന്തോ ഒരു സംഗതി കിടന്ന് ചലിക്കുന്നത് കണ്ടിട്ടാണ് ആര് വരുന്നത്, പെലായോ വരുന്നത്. അവിടെ പോയി നോക്കുകയാണ് എന്താണ് ഇതെന്ന് നോക്കുകയാണ്. അപ്പോൾ ഒരു വൃദ്ധൻ അവിടെ ചെളിയിൽ മുഖം താഴ്ത്തി കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടുന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ എന്തോ ഒരു ഭയം ഉള്ളിൽ തോന്നിയിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഭാര്യയുടെ പേര് എലിസൻഡ എന്നാണ്. ഭാര്യയാണെങ്കിൽ വയ്യാതിരിക്കുന്ന കുഞ്ഞിനെ പുതപ്പൊക്കെ പുതപ്പിച്ച് ഇങ്ങനെ ഒരു കംപ്രസ്സൊക്കെ വെച്ച് കൊടുത്ത് അവളതിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ വൃദ്ധനെ വന്ന് നോക്കുകയാണ്. അയാളുടെ ഒരു അപ്പിയറൻസ് ആ സമയത്ത് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗം കൂടിയാണത്. ഒരു റാഗ് പിക്കർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികളൊക്കെ പെറുക്കാൻ വരുന്ന അല്ലെങ്കിൽ യാചിച്ച് നടക്കുന്ന ഒരാളെ പോലെ അത്ര വൃത്തിയും മെനയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇദ്ദേഹത്തെ കാണുന്നത്. വളരെ കുറച്ച് മുടികളെ അദ്ദേഹത്തിൻ്റെ തലയിലുള്ളൂ, വായിൽ കുറച്ച് പല്ലുകളേ ഉള്ളൂ. ഒരു ദയനീയമായ അവസ്ഥ. ആൻഡ് ദ തിങ് ഈസ് അദ്ദേഹത്തിന് ചിറകുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിറകുകളും കൂടിയാണ് ഒരു
അത്ഭുതമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഈ ചിറകുകൾ എങ്ങനെ വന്നു എന്നുള്ള ചിന്തയാണ്. അതാണ് ഇവർക്ക് ഭയം തോന്നാനുള്ളൊരു കാരണം. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ക്ഷീണിതനായ ഒരു മുത്തശ്ശനെ പോലെ കാണാമായിരുന്നു ഇദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിറകുകൾക്കാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വൃത്തിയില്ലാത്തതും പകുതി പറഞ്ഞു പോകുന്നതുമായിട്ടുള്ള ഒരു ചിറകുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിറകുകളുള്ള ആളുകളെ നമ്മൾ ശരിക്ക് സീക്രട്ട് ആയിട്ടാണ് കണക്കാക്കുക അല്ലേ. ഒരു മാലാഖയൊക്കെ അല്ലേ മനുഷ്യന് ചിറകുണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അമാനുഷിക ശക്തിയുള്ള ആളുകളെയൊക്കെ നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇയാളുടെ അപ്പിയറൻസും ഈ ചിറകുകളും തമ്മിൽ ഒട്ടും തന്നെ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം അവരെ നോക്കി നിൽക്കുന്നുണ്ട്. കുറേ നേരം നോക്കിയപ്പോൾ അയാളോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്തോ മറുപടി പറയുന്നുണ്ട്, ഇവർക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ അന്നാണെങ്കിൽ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് കടലുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും കപ്പൽ മറിഞ്ഞ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നൊരു മനുഷ്യനാകും അല്ലെങ്കിൽ ഒരു നാവികനാകും എന്നൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഊഹിക്കുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്ത ഒരു സ്ത്രീ വന്നു ഈ സ്ത്രീക്ക് ഇയാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾ ഒറ്റ നോട്ടേ നോക്കിയപ്പോൾ അവൾ പറഞ്ഞത് ഇതൊരു മാലാഖയാണ് എന്നാണ്. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, കുഞ്ഞിന് വയ്യായിക ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഒരു ആശ്വാസം എന്നോണം വന്നതാകാം, മഴയത്ത് അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ താഴേക്ക് വീണതാകാം എന്നൊക്കെ പറയുന്നുണ്ട്. നേരം വെളുത്തപ്പോഴത്തേക്കിന് നാട്ടിൽ മുഴുവൻ ഈ മാലാഖയെ പറ്റിയുള്ള വാർത്ത പരന്നു തുടങ്ങി. ആളുകൾ വരാൻ തുടങ്ങി, വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേക്കിന് ഇയാളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടത്തണമല്ലോ, അങ്ങനെ ഒരു വലിയ കോഴിക്കൂടുണ്ടായിരുന്നു. ആ കോഴിക്കൂടിനകത്തേക്ക് കോഴികളുടെ കൂട്ടത്തിൽ ഇയാളെ എന്ത് ചെയ്യാണ്, പൂട്ടിയിട്ടു അല്ലെങ്കിൽ അവിടെ കൊണ്ട് ചെന്നാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പനി ഉണ്ടായിരുന്ന ഇവരുടെ കുഞ്ഞിന് അസുഖമൊക്കെ മാറി, കുഞ്ഞ് ഉറക്കത്തിൽ എണീറ്റു, വിശപ്പും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനൊരു ആശ്വാസം വന്നു എന്ന് തോന്നി. അപ്പോൾ ഇവർക്ക് ആ അയൽവാസി സ്ത്രീ പറഞ്ഞത് ഓർക്കുകയാണ് അല്ലേ, കുഞ്ഞിന് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യത്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നവർ ചിന്തിക്കുകയാണ്. നേരം വെളുത്തപ്പോഴത്തേക്കിന് ഈ കോഴിക്കൂടിന് ചുറ്റും ആളുകളുടെ ഒരു കൂട്ടമാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരുന്നു, കാണാൻ വരുന്നു. പിന്നെ നമുക്ക് നോർമലി നമ്മളുടെയൊക്കെ ലൈഫിൽ കാണുന്ന പോലെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ചിലർ അതിശയത്തോടെ നോക്കുന്നുണ്ട്, ചിലർ അതിനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. അവർ സൈന്യത്തെ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, പോലീസിനെ, സൈന്യത്തെ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പിന്നെ അവരെന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേലി കെട്ടി തിരിച്ച് മാലാഖയെ അതിനുള്ളിലാക്കാം. മാത്രമല്ല ആളുകൾ വരുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ച് കാശ് ഈടാക്കിയിട്ട് 5 സെൻറ്റ് എന്നാണ് അവർ പറയുന്ന അമൗണ്ട്, കാശ് ഈടാക്കിയിട്ട് വെക്കാം. എന്നാൽ ആളുകൾ വരികയും ചെയ്യും, അവർക്ക് കാണുകയും ചെയ്യാം, ഇവർക്ക് കാശ് ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനൊരു ആശയം അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ മാലാഖ ആയതുകൊണ്ടും ഈ കുഞ്ഞിന് അസുഖം മാറി എന്നുള്ള കാര്യമൊക്കെ നാട്ടിൽ പാട്ടായതുകൊണ്ടും ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് ആളുകൾ അവരുടെ അസുഖം മാറാനും ഒക്കെ ആയിട്ട് ഇന്ത്യ വരികയാണ് വന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ എലിസൻ്റെയും പെലായോയും തമ്മിൽ അവർ ഭയങ്കര സന്തോഷമായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റി. ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ മുറിയൊക്കെ പണം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുക. മുറ്റത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീണ്ട നിരയെ കാണാൻ പറ്റും. ഈ ഓൾഡ് മാനെ അല്ലെങ്കിൽ മാലാഖ എന്ന് വിളിക്കാം അതിനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ മാലാഖയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ, മറ്റുള്ളവരുടെ ഒരു ബിഹേവിയർ പാറ്റേണും ശ്രദ്ധിക്കാതെ സുഖമായിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ തൻ്റെ കൂട്ടിൽ കടം വാങ്ങിയ അല്ലെങ്കിൽ കടമായി കിട്ടിയ ആ കൂട്ടിൽ എന്ന് പറയുന്നുണ്ട്. ദെൻ അവൻ വഴുതനങ്ങ കൊണ്ടുള്ള കഞ്ഞി മാത്രമേ കഴിക്കുള്ളൂ. ഈ മനുഷ്യൻ അത് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ കോഴിക്കൂട്ടിലായതുകൊണ്ട് തന്നെ ചിറകിൽ എപ്പോഴും ഇങ്ങനെ പാരസൈറ്റ്സ് ഉണ്ടാവും അല്ലേ, ചെള്ള് പോലുള്ള ചെറിയ ജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിങ്ങനെ കോഴികൾ കൊത്തി തിന്നുമ്പോഴും അദ്ദേഹം ക്ഷമയോട് കൂടിയിട്ടാണ്, ആ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ക്ഷമയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ക്ഷമയുടെ ഒരു പ്രതിബിംബമായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. ഇതും ഈ ഭാഗവും നമുക്ക് ക്യാരക്ടർ സ്കെച്ചിന് പറ്റുന്ന ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ ആളുകൾ വന്ന് കല്ലെറിയുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇതൊന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഈ രൂപം മുഴുവനായിട്ട് കാണാനെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടണത്തിൽ
മറ്റൊരു പരിപാടി നടക്കുന്നു എന്ന സംഭവം ആളുകൾ അറിയുന്നത്. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഇവർ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കിന് പട്ടണത്തിൽ വേറൊരു പരിപാടി വന്നു. അവിടെ ഒരു സ്പൈഡർ വുമണാണ് അവിടുത്തെ പ്രധാന ആകർഷണം, അല്ലേ? നമ്മൾ സ്പൈഡർമാൻ എന്ന് പറഞ്ഞ പോലെ സ്പൈഡർ വുമൺ. അവളെ കാണാനുള്ള പ്രവേശന ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ മാലാഖയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് മതി താനും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? പിന്നീടൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. മാത്രമല്ല, അവളോട് ചോദ്യം ചോദിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്, ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളുള്ളതുകൊണ്ട് ആളുകൾ ഇവിടത്തേക്കുള്ള വരവ് കുറച്ച് പിന്നീട് അങ്ങോട്ടേക്ക് പോയി. ഇതൊക്കെ നമ്മളുടെ സ്വഭാവമാണ് കാണിക്കുക. മനുഷ്യന്മാരങ്ങനെയാണ്. പുതിയതൊന്ന് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ അങ്ങോട്ട് താല്പര്യപ്പെട്ടു. വീട്ടുകാർക്ക് എന്തായാലും വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇയാളെ കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ 2 നില മാളിക പണിതു, ബാൽക്കണികളും പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട്. ശൈത്യകാലത്ത് ഞണ്ടുകളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉയർന്ന വല കൊണ്ട് ഒരു മതിൽ തീർത്തു. മാലാഖമാരകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ജനാലയിൽ കമ്പിയൊക്കെ പിടിപ്പിച്ച് ഒരു നല്ല വീട് അവർ ഉണ്ടാക്കി. മാത്രമല്ല, തൻ്റെ ബെയിലിഫ് ജോലി ഒഴിവാക്കിയിട്ട് മുയൽ വളർത്തലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പെലായോ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എലിസണ്ടയുടെ ജീവിത രീതിയും ഒരുപാട് മാറി. നല്ല അവരുടെ സ്റ്റേറ്റസ് മാറിയതിനനുസരിച്ച് അവരുടെ ചെരുപ്പുകളിലാണെങ്കിലും ശരി, വസ്ത്രങ്ങളിലാണെങ്കിലും ശരി, ആ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി, അല്ലേ? നല്ല വർണ്ണാഭമായിട്ടുള്ള സിൽക്ക് വസ്ത്രങ്ങളൊക്കെയാണ് ഇവൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരേ ഒരു സ്ഥലം ആ കോഴിക്കോട് മാത്രമായിരുന്നു. അവിടെ നിന്ന് ദുർഗന്ധം വന്നിട്ട് അവർക്ക് ഇരിക്കാൻ തുടക്കകാലത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അവർക്കത് ശീലമായി. അതുകൊണ്ട് അവരതിനെപ്പറ്റി ചിന്തിച്ചേയില്ല. അവരുടെ കുഞ്ഞ് വളർന്ന് വലുതായി തുടങ്ങി. ആദ്യമൊക്കെ ഈ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ, കോഴിക്കോടിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ ആ കുഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങി, അവിടേക്ക് പോകാനൊക്കെ തുടങ്ങി. ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അവസാനിച്ചു. എന്നാൽ തുടരെയുള്ള ഈ കുഞ്ഞിൻ്റെ കോഴിക്കോടിനകത്തെ സഹവാസം എന്ന് പറയുന്നത് ഇവർക്ക് 2 പേർക്കും, കുഞ്ഞിനും മാലാഖയ്ക്കും, ഒരുപോലെ ചിക്കൻ പോക്സ് വരാൻ കാരണമായി. അങ്ങനെ കുഞ്ഞിനെ നോക്കാൻ ഡോക്ടർ വന്നു. ഡോക്ടർ കുഞ്ഞിനെ നോക്കുന്ന കൂട്ടത്തിൽ മാലാഖയെ കൂടെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഡോക്ടർക്ക് അത്ഭുതം തോന്നുന്നത്. സാധാരണ മനുഷ്യൻ്റെ എല്ലാ ആന്തരികാവയവങ്ങളും ഈ മനുഷ്യനുണ്ടായിരുന്നു, അല്ലെ? ഈ മാലാഖയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഈ ചിറക് വന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനാകെ ആശങ്കയായി. ആ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു അത്ഭുതം ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഈ കുഞ്ഞിന് അസുഖമൊക്കെ മാറി, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും വെയിലും മഴയെല്ലാം കൊണ്ട് കോഴിക്കോടാകെ തകർന്നു പോയിരുന്നു. മാലാഖ മരിക്കാറായിരുന്നു. ക്ഷീണം കൊണ്ടും അവശത കൊണ്ടും മരിക്കാറായിരുന്നു. ഏതാനും കുറച്ച് നാളുകൾ കൂടിയേ മാലാഖ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് വീട്ടുകാർക്ക് തോന്നി തുടങ്ങി. അവനെങ്ങനെ കോഴിക്കോട് നിന്ന് പുറത്തേക്കൊക്കെ നിരങ്ങി ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് ഒരു പനി വന്നു. ടെമ്പറേച്ചർ ക്രമാതീതമായി ഉയർന്നു. മരിക്കുമെന്ന ഒരു തീരുമാനത്തിൽ വീട്ടുകാർ എത്തിച്ചേരുകയാണ്. എന്നാൽ പതിയെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മാലാഖയിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അവന് ആരോഗ്യം ഇങ്ങനെ പതിയെ വീണ്ടെടുക്കുന്നതായിട്ട് വീട്ടുകാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ പകുതി പറയാറായി നിൽക്കുന്ന ചിറകുകളുടെ സ്ഥാനത്തൊക്കെ പതിയെ പുതിയ തൂവലുകൾ കിളിർക്കാൻ തുടങ്ങി. അതൊരു പ്രതീക്ഷയാണ് കാണിക്കുന്നത്. കാരണം മരിക്കാൻ കിടക്കുന്നിടത്ത് നിന്ന് ഒരു എഴുന്നേൽപ്പാണ് നമ്മുടെ മാലാഖയ്ക്ക് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസം രാവിലെ എലിസണ്ട ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അവൾ കുറച്ച് ഉള്ളികൾ, ബഞ്ചസ് ഓഫ് അനിയൻസ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു കാറ്റ് അടുക്കളയിലേക്ക് വീശിയെത്തുകയാണ്. അപ്പോൾ അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ചിറക് വീശാൻ പോലും പറ്റാതിരുന്ന മാലാഖ ചിറക് വീശിക്കൊണ്ട് പറക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് അവൾ കാണുന്നത്. അവൾക്കത് വളരെ വിചിത്രമായി തോന്നി, അല്ലേ? മാത്രമല്ല, പകുതി പൊളിഞ്ഞു വീഴാറായിരിക്കുന്ന ആ ഒരു ചിക്കൻ കൂപ്പ് എന്തായിരിക്കുന്നു, മുഴുവനായിട്ടും ആ ചിറകടിയുടെ ആ ഒരു ആഘാതത്തിൽ തകർന്നു പോവുകയാണ് നമ്മൾ കാണുക. ആ ഷെഡിനെയെല്ലാം ഇടിച്ച് നിരത്താൻ പോവുകയാണ്. ആ ഓട്ടോമാറ്റിക്
പ്രോസസ്സാണത്. കാരണം അതിന് ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ട് ചിറക് വീശി വീശി ഉയരാൻ ശ്രമിക്കുന്നതിനിടയിൽ അപ്പം ആ ചിറകിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാറ്റാണ് അടുക്കളയിലേക്ക് കയറി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ആഘാതത്തിൽ ആ ചിക്കൻ കൂപ്പ് കോഴിക്കൂട് എന്ത് ചെയ്യാണ്, തകരുകയാണ്. അവൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലാഖയെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്ക് അയാൾ പതിയെ പതിയെ ഉയർന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഉയർന്ന് അവസാന വീടും കടന്ന് പറന്നു പോകുന്നത് അവളിങ്ങനെ നോക്കി നിന്നു. അതിലവൾക്ക് സങ്കടമോ വേവലാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കൊരു സമാധാനമായിരുന്നു. കാരണം രക്ഷപ്പെട്ടു പോകുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത. ഈ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും അയാളെ തന്നെ നോക്കി അവളങ്ങനെ വിദൂരത്തിലേക്ക് നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ എല്ലാവരുടെയും ശല്യവും മാറ്റിക്കൊണ്ട് അയാൾ കടലിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചക്രവാളത്തിലേക്ക് പറന്ന് പോകുന്നത് എലിസെണ്ട നോക്കി നിൽക്കുന്ന